ഞാൻ ചിന്തിച്ചു, എൻ്റെ ചെറിയ മോനും 3 വയസ്സുണ്ട്. അള്ളാഹുവിനെ ഹാഫിളാക്കി തെരുമാറാകട്ടെ. 3 വയസ്സ് കഴിഞ്ഞു. അപ്പൊ 2 ദിവസം മുമ്പ് ഇവൻ ടാബ് എടുത്ത് വണ്ടിയുടെ പുറകെ പോയിട്ട് ഇവൻ ലോക്ക് അഴിച്ചു. അപ്പൊ എന്റെ വൈഫ് അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഇവൻ പഠിച്ചടോ? നമ്മുടെ ആണെങ്കിൽ നമ്മുടെ SBI ബാങ്കിന്റെ ലോക്കറിനെക്കാളും വലിയ ലോക്കാ നമ്മുടെ മൊബൈലിന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എന്റെ മൊബൈൽ ഭാര്യ എടുക്കാൻ പാടില്ല, ഭാര്യയുടെ മൊബൈൽ ഭർത്താവ് എടുക്കാൻ പാടില്ല. ബദർ യുദ്ധം നടക്കും വീട്ടിൽ. നാട്ടുകാരുടെ മുമ്പിൽ വലിയ തങ്ങളും മഹാനൊക്കെ ആയിരിക്കും, പക്ഷെ പെണ്ണുമ്പിള്ളയുടെ ഫോൺ ഭർത്താവ് എടുക്കരുത്, ഭർത്താവിന്റെ ഫോൺ. ഞാൻ പറഞ്ഞു വന്നു, എന്റെ ആ ചെറിയ മോൻ പോലും. അപ്പൊ ചോദിച്ചപ്പോ ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്തവന്. ഇന്നത്തെ കുട്ടികൾ എന്നിട്ട് ഇവനിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കൊച്ചു എല്ലാം മൊബൈലിന്റെ കാലം. ഇന്നും നാളെ രാവിലെ പത്രം എടുത്തു നോക്കുമ്പോ ഒരു വാർത്ത കാണാം. 7ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന 10-13 വയസ്സുള്ള ഒരു കുട്ടി ഫോൺ കൊടുക്കാത്തതിന് വഴക്കു പറഞ്ഞതിന് ആത്മഹത്യ ചെയ്തു. അള്ളാഹു കാക്കുമാറാകട്ടെ. നാളെ രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോ കാണാം ഒരു ചെറിയ പെൺകുട്ടി. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. മൊബൈല് കൊടുക്കാത്തതിന് വഴക്കു പറയുമ്പോൾ നമ്മൾ അത്രത്തോളം അഡിക്റ്റായിപ്പോയി കുട്ടികൾ. ഈ സമയത്താണ് ഈ മക്കൾ, നിങ്ങൾ നോക്കിയേ, ഇവരൊക്കെ ജീൻസിന്റെ പാന്റും കീറിയ പാന്റും ഇട്ടല്ല ഗെയ്സ് എന്നാ നടക്കപ്പല്ല. പാപ്പാനെയും ഗെയ്സ് എന്നാ വിളിക്കുന്നത്. ഒന്നാലോചിക്കുക, ഞാന് വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ വിശക്കും. വഴുത് കഴിഞ്ഞ് പോയിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും കയറി തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോകും. കാരണം ഈ തിന്നാൻ പോകുന്ന വീട്ടിൽ തിന്നാൻ വിടൂല. നമ്മൾ അങ്ങോട്ട് തിന്നാൻ പോകുമ്പോഴത്തേക്കും മൊബൈൽ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. തിന്നാൻ പറ്റുമോ? അല്ലെങ്കിൽ തിന്നുസ്താദെ എന്ന് പറഞ്ഞ് വാരി ഇങ്ങോട്ട് ഇട്ട് തരും. അപ്പൊ അതുകൊണ്ട് വഴുത് കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും കടയിൽ കയറി തിന്നാൻ വേണ്ടി ഒരു തട്ടുകടയിൽ ഞാനൊരു കടയിൽ കയറി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണോന്ന്. ഈ ജുബയും തൊപ്പിയിട്ടിരിക്കുന്ന നമ്മൾ ബ്രോ എന്ത് വേണമെന്ന്. കാലങ്ങനെ ആയിപ്പോയി. എല്ലാം ഗെയ്സ് എന്നാ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ. ആമീൻ പറയല്ലാണോ? ഉമ്മമാരെ ഇപ്പൊ തല്ലിക്കൊല്ലുന്നത് മക്കളെ തന്നെയാ. അത് വെട്ടുകത്തിക്കാണോ കോടാലിക്കാണോ കൈ കിട്ടുന്ന എടുത്ത് വെട്ടുക. അതാ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ നാട്ടിലാണ് ഒരുത്തൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നു കൊന്നത്. അവന്റെ ഒരു മനസ്സ് ചിന്തിച്ചു നോക്കടോ. പെട്ടെന്ന് വല്ല കള്ള കഞ്ചാവ് അടിച്ചു ആ ദേഷ്യത്തിൽ ചെയ്തത്. ഇവൻ രാവിലെ ഒരെണ്ണത്തിന് തട്ടി, വീട്ടിൽ പോയി കുളിച്ചു, കാപ്പിയെല്ലാം കുടിച്ചു, അടുത്തടുത്ത് പോയി ഒരെണ്ണത്തിന് തട്ടി. അത് കഴിഞ്ഞ് അവിടെ നമ്മുടെ അടുത്തതിനെ തട്ടി. ഉച്ചയായപ്പോൾ നല്ല മന്തിയും പേടിച്ചുകൊണ്ട് പോയി അനിയനെ വിളിച്ചിരുത്തി തിന്നാൻ കൊടുത്തിട്ട് അവനെയും തട്ടി. വൈകുന്നേരമായപ്പോ കാമുകിയെ വിളിച്ചിരുത്തിയിട്ട് കഥ പറഞ്ഞു കൊടുത്തിട്ട് ഓളയും തട്ടി. എന്നിട്ട് ചിരിക്കുന്ന മുഖത്തോടെ കുളിച്ചൊരുങ്ങി ഓട്ടോയും വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ മനുഷ്യന്റെ കാര്യം? എന്താ മനുഷ്യന്റെ കാര്യം? അതാ ഞാൻ പറഞ്ഞത്. കാരണം കുട്ടികൾക്ക് ഇന്ന് രക്തം എല്ലാം ഗെയിമിന്റെ കാലവാ. പേടിയൊന്നും ഇല്ലവർക്കൊക്കെ. വണ്ടി കയറി കഴിഞ്ഞാൽ പൊട്ടെ ഇടി വീട്. ഇതാ ആ കാലത്താണോ ഈ മക്കൾ ഈ ജുബ്ബയും തൊപ്പയും ധരിച്ച് നടക്കുന്നത്? അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നില്ലേ, ഹദീസ് പഠിക്കുന്നില്ലേ? എത്ര നല്ല മക്കൾ! ഈ മക്കൾ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്നവർ. അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ? എന്താ യതീമിന്റെ വിലയെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യതീമിനെ സ്നേഹിക്കുന്നവർ നാളെ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ യതീമിന്റെ വില എന്താണെന്നറിഞ്ഞാ തെരഞ്ഞു പോകും പെങ്ങള്. കുടുംബത്തിൽ എത്രയോ യതീമായ മക്കളുണ്ട്. നീ ഇന്ന് വരെ നോക്കിയിട്ടുണ്ടോ? ഇന്ന് വരെ നീ അവരെ സഹായിച്ചിട്ടുണ്ടോ? എന്തിനാ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, നമുക്ക് അവരുടെ വിലയറിയാഞ്ഞിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ജാബിർ റളിയല്ലാഹു തആല ചെറുപ്പക്കാരനായ ജാബിർ എന്ന് പറയുന്ന സ്വഹാബി വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യ നോക്കുമ്പോ അതാ ജാബിർ തുള്ളിച്ചാടിയാണ് കടന്നു വരുന്നത്. ജാബിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വരുമ്പോ സന്തോഷത്തോടെ തുള്ളിച്ചാടി കടന്നു വരികയാ. ഭാര്യയ്ക്ക് വല്ലാത്ത അത്ഭുതം. തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ജാബിർ എന്ന് പറയുന്ന ഭർത്താവിനോട് അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അവിടെന്ന് ചോദിക്കുന്നു, ജാബിറേ, എന്തേ വല്ലാത്ത സന്തോഷം ജാബിറേ? ഭർത്താവിനോട് ചോദിക്കുന്നു, എന്തേ ഇത്ര സന്തോഷം? എന്തേ ജാബിറേ? ജാബിർ
റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, ജൗഫർ എന്ന് പറയുന്ന സ്വഹാബിയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയോട് പറയുന്നു, പെണ്ണേ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി, അല്ലാഹുവിന്റെ റസൂൽ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി, ഞാനാണ് യുദ്ധം നയിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന്റെ അമീറാക്കിയതിന്റെ സന്തോഷം കൊണ്ടാണ് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയോട് പറയുന്നു, എല്ലാ റെഡിയാക്കാറ്, പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തയ്യാറാവുകയാണ്. പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാ. തന്റെ പ്രിയപ്പെട്ടവളോട് സലാം പറയുകയാ. തന്റെ പൊന്നാര മക്കള് 3 ആൺകുട്ടികളാണ്. 3 പേരെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. പെങ്ങളെ അസ്മാഇന്റെ കയ്യിൽ പിടിച്ചിട്ട് ജൗഫർ ഇങ്ങനെ പറയുന്നു, അസ്മാ ദുആ ചെയ്യണേ. എന്താണെന്നറിയോ? ജൗഫറിനറിയാ തിരിച്ചു വരില്ലെന്ന്. യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ? ജൗഫർ തങ്ങൾക്കറിയാ തിരിച്ചു വരൂല്ലെന്ന്. കാരണം നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ വേണം ഇസ്ലാമിന്റെ കൊടി പിടിക്കാൻ, യുദ്ധത്തിന് നേതാവ് നീയാണ്, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ പിടിക്കണം, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ. മൂന്നാമത് പറഞ്ഞു, ജൗഫറെ നീ പിടിക്കണം, നിനക്ക് എന്തെങ്കിലും പറ്റിയാ നിങ്ങളിൽ ആരെങ്കിലും പിടിക്കണേ. ഈ പറഞ്ഞതിനർത്ഥം എന്താണ്? ഒന്നാമത് നീ, രണ്ടാമത് നീ, മൂന്നാമത് നീ, 3 പേരും ഷഹീദാകുമെന്ന് മരണം നേരത്തെ പറഞ്ഞ യുദ്ധമാ. ജൗഫർ തങ്ങൾക്കറിയാ തിരിച്ചു വരില്ലെന്ന്. റബ്ബേ, അവിടുന്ന് മക്കളോട് സലാം പറഞ്ഞ് പിരിയുകയാ. കെട്ടിപ്പിടിച്ചിട്ട് അതാ പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞു പിരിയുകയാ. രണാങ്കണത്തിലേക്ക് ചെന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി വീണു, രണ്ടാമത്തെ സ്വഹാബി വീണു. അവസാനം ജൗഫർ തങ്ങൾ കൊടി പിടിച്ചുകൊണ്ട് യുദ്ധം നയിക്കുകയാണ്. ഇടത് കൈ വെട്ടിമുറിച്ചു, വലത് കൈ കൊണ്ട് കൊടി പിടിച്ചു, വലത് കൈയും വെട്ടിമുറിച്ചു. കൊടി താഴെ വീണു. അല്ലാഹുവേ, ജൗഫർ തങ്ങൾ നോക്കുമ്പോ സ്വഹാബത്തിന്റെ മുഖത്തൊരു ഭയം കാണുകയാ. 3 പേരും വീണിരിക്കുകയാണ്. 3 നേതാക്കന്മാരും വീണിരിക്കുകയാണ്. സഹാബത്തിന്റെ മുഖത്തൊരു വല്ലാത്ത ഭയം കണ്ടപ്പോ കൂടെ നിന്ന സ്വഹാബിയോട് പറഞ്ഞു, കൊടിയുയർത്താൻ. 2 കൈയും വെട്ടിമുറിച്ചു. ആ സ്വഹാബിയോട് പറഞ്ഞു, നെഞ്ചിലേക്ക് കൊടി വെക്കാൻ. ജൗഫർ തങ്ങൾ അറ്റുപോയ കൈ കൊണ്ടിങ്ങനെ കൊടി ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, സ്വർഗം വേണ്ടവരെന്റെ കൂടെ വാ. വിധങ്ങളും സ്വഹാബത്തും പോകുമ്പോ പെങ്ങളെ, ആ 19 വയസ്സുകാരി 3 മക്കളെയും എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചിട്ട് വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാ. 3 മക്കളെയും എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന വാപ്പായ്ക്ക് കാണാൻ 3 മക്കളെ വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കുകയാണ്. അപ്പോഴാണ് മക്കളെ വിളിച്ചു പറയുന്ന, ഉമ്മ, അല്ലാഹുവിന്റെ റസൂലും വാപ്പയും വരുന്നുമ്മ. നബി തങ്ങളും സ്വഹാബത്തും വരുന്നത് കണ്ടപ്പോ വാപ്പയുണ്ടാകുമെന്നുള്ള ധാരണയിൽ മക്കളെ വിളിച്ചു പറഞ്ഞു, ഉമ്മ, മുത്തുനബിയും വാപ്പയും വരുന്നുമ്മ. എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി. നബി തങ്ങളും സ്വഹാബത്തും വീടിന്റെ മുമ്പിൽ വന്നു. അല്ലാഹുവേ, മക്കൾ ഇറങ്ങി ഓടുകയാണ്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ ഇറങ്ങി ചെന്നിട്ട് വാപ്പാനെ തിരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടയിലൂടെ തന്റെ വാപ്പയെവിടെ, വാപ്പയെവിടെ? മക്കൾ ഉപ്പാനെ തിരയുന്നു. പെങ്ങളെ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ജൗഫർ തങ്ങളുടെ മകൻ ചോദിക്കുന്നു, നബിയേ, വാപ്പ വന്നില്ലേ നബിയേ?
നബിതങ്ങളുടെ ഉപ്പ വന്നില്ലേ നബിയേ? അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ. ആ പിഞ്ചു മക്കൾ ഉപ്പാനെ തെരഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ. ജൗഫർ തങ്ങളുടെ 3 മക്കളെയും മുത്തുനബി അങ്ങ് കെട്ടിപ്പിടിക്കുകയാ. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചു. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബാ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബാ. മത്സരമായിരുന്നു സഹോദരാ. ജൗഫർ തങ്ങളുടെ 3 മക്കളെ കിട്ടിയപ്പോ സ്വഹാബത്ത് അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. അവര് മത്സരിക്കുകയാ. ജൗഫർ തങ്ങളുടെ മക്കളുടെ തലയിലൊന്ന് കൈവക്കാറ്, ആ യതീമായ മക്കളെ ഒന്ന് ചുംബിക്കാറ്. അവര് മത്സരിക്കുകയാടോ, അവര് മത്സരിക്കുകയാടോ. അതിന്റെ കാരണം എന്തെന്നറിയോ? അതിന്റെ കാരണം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചാല്, യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചാ, ഉസ്താദേ, ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാപം എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എങ്ങനാ കഴുകുന്നത്? എങ്ങനാ കഴുകുന്നത്? ഒരു വഴി പറഞ്ഞു തരട്ടെ പെങ്ങളെ. യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തടകണേ. യതീമായ മക്കളുടെ തലയിൽ 2 കൈയും വെച്ചിട്ടിങ്ങനെ തടകണേ. എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ സ്ഥാപനത്തിൽ യതീമായ മക്കൾ പഠിക്കുന്നുണ്ടല്ലോ. ആ മക്കളുടെ തലയിലൊന്ന് കൈവച്ച് തടക്. ഫോട്ടോ എടുക്കരുത്, ജനങ്ങളെ കാണിക്കാറല്ല. ആ മക്കളോട് ഞങ്ങളുണ്ട് മക്കളെ, വാപ്പയില്ലെങ്കിലും ഉമ്മയില്ലെങ്കിലും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഒരു വാക്കുമതി മോളെ, ഒരു വാക്കുമതി സഹോദരാ. യതീമായ മക്കളുടെ തലയിൽ കൈവച്ച അവരുടെ എത്ര രോമമാണോ നിന്റെ നോക്കി നിൽക്കുമ്പോ വീടിന്റെ മറയിലിരുന്നു കൊണ്ട് അസ്മാഉ ചോദിക്കുന്നു, നബിയേ, ഒരേ ഒരു കാര്യം അറിയണം നബിയേ, എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. എന്തേ അസ്മാ, എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ? എന്റെ ഇക്ക മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ? എനിക്കതു മാത്രം അറിഞ്ഞാ മതി നബിയേ. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ അസ്മാ, എന്തേ അസ്മാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വിവാഹം കഴിഞ്ഞ് 2 പേരും കൂടെ മണിയറയ്ക്കകത്തിരുന്ന്, എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. അസ്മാ ദുആ ചെയ്യാ. അസ്മാ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാ. ഇല്ല അസ്മാ, ഇപ്പൊ ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ ഭർത്താവിന് അതിനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അസ്മാ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. നബി തങ്ങൾ ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ശരീരം മുഴുവനും വെട്ടി നുറുക്കി, കൈയില്ല കാലില്ല, ശരീരം മുഴുവനും വെട്ടി നുറുക്കി, മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ കിടന്ന് പിടയുമ്പോൾ ഒരു സ്വഹാബി വെള്ളവുമായിട്ട് ഓടിച്ചെന്നു. ഒരു സ്വഹാബി വെള്ളവുമായിട്ട് ഓടിച്ചെന്നു. വായിലേക്ക് ഒഴിക്കാൻ പോയപ്പോ മഹാനായ ജൗഫർ തങ്ങളെ തലതിരിക്കുകയാ. മഹാനായ ജൗഫർ തങ്ങളെ തലതിരിക്കുകയാ. സഹാബിയോട് പറഞ്ഞു, ഞാൻ എത്ര കിടന്ന് പിടഞ്ഞാലും എനിക്ക് വെള്ളം തരരുത്, എനിക്കിന്ന് നോമ്പാ, എനിക്കിന്ന് നോമ്പാ. എന്റെ അസ്മാ ദുആ ചെയ്തിട്ട് റബ്ബ് തന്ന ഭാഗ്യവാ. എന്റെ ഭാര്യ റബ്ബിനോട് ദുആ ചെയ്തിട്ട് അവള് വാങ്ങിച്ചു തന്ന ഒരു മരണമാണ്. എന്റെ വായിലേക്ക് വെള്ളം ഒഴിക്കരുത്, ഞാൻ നോമ്പുകാരനായിട്ട് മരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവസാനം നോമ്പുകാരനായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്ത് എഴുതി വെച്ചിട്ടുണ്ട്.
ഇന്നും നിങ്ങൾക്ക് ജോർദാനിൽ പോകുന്നവർക്കറിയാം, ഫലസ്തീനിലൊക്കെ പോകുന്നവർക്കറിയാം, ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്ത് ഈ ചരിത്രം ഇങ്ങനെ ഒരു നോട്ടീസ് ബോർഡ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാ, മഹാനായ നബി തങ്ങള് ജൗഫർ തങ്ങളുടെ ഭാര്യയോട് പറഞ്ഞ മറുപടി, ഏ അസ്മാ റഅയ്തു ജൗഫറ മലക്കൈനി യതീറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് പറവകളെ പോലെ പറക്കുന്നു അസ്മാ, പറവകളെ പോലെ പറക്കുന്നു അസ്മാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യതീമിനെ മറക്കല്ലേ, യതീമിനെ സ്നേഹിക്കണേ. അവരുടെ രോമങ്ങൾ നിന്റെ കയ്യിൽ തൊട്ടാ അല്ലാഹു പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി യതീമിന്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ തടകിയാ മതി. ഇന്നലെ ഹുദവിയല്ലായിരുന്നു വിളയിൽ, അൻവർ മുഹീദ്ദീൻ ഉദവിണ്ടായിരുന്നു. ആരാ വിളയിലും മുനീർ ഹുദവി വിളയിൽ. ഞാനും മുനീർ ഹുദവിയും കൂടെ ഈ ചരിത്രം വായിച്ച്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുമ്പോ ഇത് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തതും ഹുദവിയായിരുന്നു. എനിക്കിന്ന് ഓർമ്മയുണ്ട്. അള്ളാഹു ആ സഹാബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ 3 പേരുടെയും ഖബർ ഇങ്ങനെ അടുത്തെടുത്ത്, ഒരാളുടെ ഖബർ മാത്രം ഇത്തിരി മാറി. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ചരിത്രങ്ങൾ പഠിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, യതീമായ മക്കൾ പാപം പൊറുക്കാനുള്ള വഴി എന്താ? ഈ സ്ഥാപനത്തിൽ വന്നിട്ട് യതീമായ മക്കളില്ലേ, ഫോട്ടോ ഒന്നും എടുക്കരുത്, അത് നാട്ടുകാർ കാണാം. അതല്ല, ആ യതീമായ മക്കളുടെ തലയിലൊന്ന് കൈവച്ചിട്ട് ഇങ്ങനെ തടയാ മതി. മക്കളെ ഉണ്ടടാ, എന്തിനാ പേടിക്കുന്നത്? നമ്മളില്ലേ, ആ ഒരൊറ്റ തലയിൽ ഇങ്ങനെ കൈകൊണ്ട് തടക്. എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, യതീമിനെ നമ്മൾ സ്നേഹിക്കുന്നവരാകണം, അവരെ സഹായിക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. നമ്മൾ അവർക്കൊരു പരിഗണന കൊടുക്കണം. കൂടപ്പുറപ്പിന്റെ ഒക്കെ മക്കളുണ്ടല്ലോ, മരിച്ചുപോയ കൂടപ്പുറപ്പ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ മക്കളെ, സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനെക്കാരും സ്നേഹിക്കണമല്ലോ. കാരണം ആ മക്കളുടെ ദുആ മതി നമുക്ക് രക്ഷപ്പെടാൻ. ആ മക്കളുടെ ഒരു ദുആ മതി നമുക്ക് രക്ഷപ്പെടാൻ. അവരുടെ കണ്ണുനീര്, അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെട്ടടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദന്മാര്, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ വാപ്പയില്ലാത്തവര്, ഉമ്മയില്ലാത്തവര്, വാപ്പയുമ്മയില്ലാത്തവര്, ആരുമില്ലാത്തവര്, LKG മുതലെങ്ങാണ്ട അൽബുർ മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന മക്കൾ വരെ ഇവിടെ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തീങ്കാനകളൊന്നും ഇല്ല കേരളത്തിൽ. കയ്യിൽ എണ്ണാവുന്ന കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ നാടിന്റെ വെളിച്ചമായി ഉസ്താദന്മാർ എത്രയോ വർഷങ്ങൾ കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. യതീമായ കുട്ടികളുണ്ട്, പെൺകുട്ടികൾ പഠിക്കുന്നവരുണ്ട്. അതിനോടൊപ്പം അൽഹംദുലില്ലാഹ് ദറസുണ്ട്. അങ്ങനെ 10-70ഓളം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. ഈ നാടിന്റെ വെളിച്ചമാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ പടച്ചവനെ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തെ നീ നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. ആരെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ടോ അല്ലാഹു, നീ അവർക്കൊക്കെ അവരുടെയൊക്കെ ദുനിയാവ് ആഖിറത്ത് നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ? നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശരീരം കൊണ്ട് ഏതെല്ലാം വഴിയിൽ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തെ നമുക്ക് സഹായിക്കാൻ കഴിയുമോ ആ രീതിയിൽ മുഴുവനും നമ്മൾ സഹായിച്ചാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? എത്ര കുട്ടികളുണ്ടായിരുന്നു? അല്ല, ഇവിടെ ദർസുകളൊക്കെ മുത്തലികൾ മുന്ന് സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നവരുണ്ട്. 60 കുട്ടികളല്ലേ? അൽഹംദുലില്ലാഹ്.
എന്തെത്തിയും കുട്ടികളാ? ഇത് 35 കുട്ടികളോളം അൽഹംദുലില്ലാ. ഇതാണ് കൊണ്ടുവന്ന കുട്ടികളില്ലേ? ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളില്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു മക്കൾക്ക് നാഫിയായ ഇൽമു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ശരീഅത്ത് കോളേജുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കളെ നമ്മൾ പഠിക്കണം, നമ്മൾ ഏറ്റെടുക്കണം. ഇഫ്ളുണ്ട് ഇവിടെ? ഇഫ്ളുണ്ട്? ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരു സ്ഥാപനം കൊണ്ടുപോകണമെങ്കിൽ എത്ര പ്രയാസമാണ്. ഓരോ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ. ഞാനൊക്കെ ജോലി ചെയ്യുന്ന പള്ളിയിൽ അവിടെ തന്നെ ഇപ്പൊ അൽഹംദുലില്ലാ 10 കുട്ടികൾ പഠിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ തന്നെ വല്ലാത്ത പ്രയാസം. ഈ മക്കൾക്കൊക്കെ ഒരു ദിവസം, ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ ഈ കുട്ടികൾക്ക് വേണ്ടി ചെലവാകുന്നുണ്ടോ? വരുമാനം വല്ലതും ഉണ്ടോ? വരുമാനം ആകാശത്ത് നോക്കിയാൽ മതിയില്ലേ? ഈ മക്കളെയൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഇവർക്ക് വേറൊന്നും ഇല്ല. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് അൽഹംദുലില്ലാ ഇതുപോലെയുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വഴുതു വെക്കണം ആദ്യമായിട്ടാണ് തോന്നില്ലേ? ആദ്യമായിട്ടാണ്. എല്ലാ വർഷവും ഇതുപോലൊക്കെ വഴുതു വെക്കണം കേട്ടോ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ മക്കളെ ഏറ്റെടുക്കണം. ഈ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ ഇൽമു പഠിക്കുന്ന മക്കൾ, ഇവരുടെ മഹത്വം എന്താ? ഇവര് ചുമ്മാതെ, ഈ മക്കള് ചുമ്മാതെ ഒന്ന് പള്ളിപ്പറമ്പിൽ പോയാൽ മതി. ഇവിടെ മക്കളെ ചുമ്മാ ഇരിക്കുമ്പോ, മലയാളം അറിയാല്ലേ, ചുമ്മാതെ ഒന്ന് പള്ളിക്കാട്ടി പോകണം കേട്ടോ. ഈ മക്കള് ചുമ്മാതെ ഒന്ന് ഖബർസ്ഥാനിലേക്ക് ഇറങ്ങിപ്പോയാൽ മതി. ഇവര് പോയതിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെ ഖബറാളികളുടെ ശിക്ഷ അല്ലാഹു നിർത്തിവെക്കും. വിവിഐപികളായി വരും. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവരെ മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം. ഇവരെ എടാ വാടാ പോടാന്ന് വിളിക്കാൻ പാടില്ല. തസൂഫിന്റെ പണ്ഡിതന്മാര് ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? എടാ വാടാ പോടാ. മറ്റുള്ള മക്കളെ ഇങ്ങോട്ട് വാടാ അങ്ങനെ വിളിക്കാൻ പാടില്ല. എന്ന കാരണം എന്തേ? ഇവര് വിവിഐപികളാ. ഇവര് സാധാരണ ആൾക്കാരൊന്നല്ല. കാണാൻ ഇത്തിരി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇവര് വിവിഐപികളാ. ഉമ്മ, ഈ മോന്റെ കൈ പിടിച്ചിട്ട് നീ ഒന്ന് പറ, മോനെ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ മോനെ. എൻ്റെ ഉമ്മ അവന്റെ ദുആയ്ക്ക്. നമ്മുടെ മോൻ 2 ടാബ് മൊബൈലും വെച്ച് ഇങ്ങനെ കളിക്കുക.